പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് WWE തിരികെ ടി വിയിൽ ടെലികാസ്റ്റ് ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എപ്പോഴും ആരാധകർ കാത്തിരുന്ന ആ ഒരു വാർത്ത നമ്മളെ തേടി എത്തിയിരിക്കുന്നു. സോണി സ്പോർട്സ് ഒഫീഷ്യലി ഈ ഒരു വാർത്ത സ്ഥിരീകരിക്കുന്നതുമാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ അഡ്വർടൈസ്മെൻറ്റുകൾ ഇപ്പോൾ സോണി ചാനലുകളിലൂടെ പുറത്തേക്ക് വന്നിട്ടുമുണ്ട്. അപ്പോൾ സോണിയിലൂടെ WWE തിരികെ വരുന്നത് ഏത് ഷോ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടാണ്, നെറ്റ്ഫ്ലിക്സുമായിട്ടുള്ള ഇന്ത്യയിലെ ഡീലിൻ്റെ ഭാവി എന്ത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ വളരെ കൃത്യമായിട്ട് പങ്കുവെക്കാൻ പോകുന്നുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ വീഡിയോ ആക്കി തയ്യാറാക്കുന്നതിന് മുൻപ് നിങ്ങളിലേക്ക് പോസ്റ്റുകളായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പേജുകൾ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അപ്പോൾ സെറൻ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോ ഈ ഞായറാഴ്ച നവംബർ 2-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഷോ നമുക്ക് സോണി ചാനലുകളിലൂടെയായിരിക്കും ലൈവ് കാണാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സോണിയിലേക്ക് എന്തുകൊണ്ട് സെറൻ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോ തിരികെ വരുന്നു എന്ന് ചോദിച്ചാൽ, യൂട്യൂബിലൂടെയായിരുന്നു ഇത്രയും തവണ ഈ SNME എന്ന ഷോർട്ട് നെയിമിൽ നമ്മൾ വിളിക്കുന്ന ഈ ഒരു സ്പെഷ്യൽ ഷോ WWE സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്ലാറ്റ്ഫോമിനുമായിട്ട് ഒരു ഡീൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ യൂട്യൂബിൽ ആർക്കും ഒരു സ്ട്രീം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ WWE അത് ഒരു ടി വിയിലൂടെ കൊണ്ടുവന്ന് പഴയ ഓഡിയൻസിനെ കമ്പനിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സെറൻ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് സോണിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ സോണി ഈ ഷോ വീണ്ടും ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആരാധകർ ഷോ കാണുകയും തുടർന്ന് നെറ്റ്ഫ്ലിക്സിന് അണ്ടറിലുള്ള റോസ് മാഗ്നോണിൻ്റെ സ്റ്റോറി ലൈനൊക്കെ ഫോളോ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് WWE ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് സോണിയിലൂടെ സെറൻ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന വെറും 2-3 മാസം കൂടുമ്പോൾ വരുന്ന ഷോ ടെലികാസ്റ്റ് ചെയ്യുക. എന്നിട്ട് മറ്റ് ഷോകൾ നെറ്റ്ഫ്ലിക്സിലൂടെ റോയും സ്മാക്ഡൗണും NXTയും പ്രീമിയം ലൈവ് ഇവൻറ്റ്സൊക്കെ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീം ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റോയും സ്മാക്ഡൗണും മറ്റ് പ്രീമിയം ലൈവ് ഇവൻറ്റ്സും NXTയും ഒക്കെ നമുക്ക് നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരിക്കും കാണാൻ സാധിക്കുക. സെറൻ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോ മാത്രമാണ് ഇപ്പോൾ സോണിയിൽ ടെലികാസ്റ്റ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സുമായിട്ടുള്ള WWEയുടെ ഡീല് അത് 5 കൊല്ലത്തേക്കാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പുതിയൊരു ഡീലിലേക്ക് എത്താനോ അല്ലെങ്കിൽ ആ ഡീലിൽ നിന്ന് പുറത്തേക്ക് വരാനോ സാധിക്കുകയുള്ളൂ. അപ്പോൾ സെറൻ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോ ഞായറാഴ്ച നവംബർ 2-ാം തീയതി 5:30 മുതൽ 7:30 വരെയാണ് സോണിയിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോണി 10-1 അതുപോലെ തന്നെ സോണി ലിവ് എന്ന് പറയുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഇവയിലൊക്കെ നമുക്ക് ലൈവ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കുറേയധികം കൂട്ടുകാർക്ക് ഓൾറെഡി ഒരു സംശയമുണ്ടായിരുന്നു, വീക്ക്ലി എപ്പിസോഡ്സൊക്കെ തിരികെ സോണിയിലേക്ക് തന്നെ ടെലികാസ്റ്റ് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ഞായറാഴ്ചത്തെ സെറൻ നൈറ്റ്സ് മെയിൻ ഇവൻറ്റിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി തുടർന്നുള്ള സെറൻ നൈറ്റ്സ് മെയിൻ ഇവൻ്റൊക്കെ, അതായത് ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ച് നടക്കുന്ന, ജോൺസണയുടെ അവസാന WWE മത്സരം നടക്കുന്ന സെറൻ നൈറ്റ്സ് മെയിൻ ഇവൻറ്റ് ഡിസംബറിലാണ് നടക്കുന്നത്. അതും സോണിയിലൂടെ ഇന്ത്യയിലെ ടെലികാസ്റ്റ് ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത ലഭിക്കേണ്ടതാണ്. അപ്പോൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവർ സ്ട്രീം ചെയ്തിരുന്നത് സോണിയിൽ ഒരു ഡീൽ കൊണ്ടുവന്ന് സോണിയിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് WWE ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്തായാലും സക്സസ്ഫുൾ ആകാനും വലിയ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ പെട്ടെന്ന് അറിയാൻ വേണ്ടി നമ്മളെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.